സ്ഥാനം അലങ്കരിക്കുന്നവരുണ്ട്, പട്ടക്കാരുണ്ട്, സുവിശേഷ പ്രവർത്തകരുണ്ട്, ആത്മായ നേതാക്കന്മാരുണ്ട്. പക്ഷെ വിശുദ്ധന്മാരില്ല, വിശ്വസ്തന്മാരില്ല, ഭക്തന്മാരില്ല. യഹോവയെ രക്ഷിക്കണമേ എന്ന് ആര് പ്രാർത്ഥിക്കും പ്രിയരെ? മദ്യപിക്കുന്നവനും, പുകവലിക്കുന്നവനും, കൊള്ളപ്പലിശ വാങ്ങുന്നവനും, സാക്ഷ്യമില്ലാത്തവനും, അധാർമിക ജീവിതം നയിക്കുന്നവനും, അവിശുദ്ധ ബന്ധങ്ങൾ ജീവിക്കുന്നവനും ദൈവത്തിന്റെ സഭയിൽ ശുശ്രൂഷ ചെയ്യാൻ സ്വർഗം അനുവദിക്കുന്നില്ല. നമുക്ക് മനുഷ്യനെ കബളിപ്പിക്കാൻ എളുപ്പമാണ്. അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ള ഉന്നതങ്ങളിൽ വസിക്കുന്ന ദൈവത്തെ തോൽപ്പിക്കാൻ, അവരോട് മത്സരിക്കാൻ, അവനെ കബളിപ്പിക്കാൻ ഈ ഭൂമിയിലെ ഒരു മനുഷ്യനും അനുവാദമില്ല, അല്ലെങ്കിൽ സാധ്യമല്ല. പോകുന്ന വഴികളിൽ, പുലർത്തുന്ന ബന്ധങ്ങളിൽ, കാണുന്ന കാഴ്ചകളിൽ, ജീവിതത്തിന്റെ രഹസ്യ വഴികളിൽ, ആരും കാണാത്ത നിന്റെ മുറികളിൽ, നിന്റെ ബന്ധങ്ങളിൽ, നിന്റെ ഇടപാടുകളിൽ ദൈവത്തിന് ഹിതകരമല്ലാത്ത ഏതെങ്കിലുമൊക്കെ പാപസ്വാധീനങ്ങൾ ജീവിച്ചു പോകുന്ന, യാമക്കാഴ്ചകളിൽ രസിക്കുന്ന ആരെങ്കിലുമൊക്കെ വചനം കേൾക്കുന്നുവെങ്കിൽ മക്കളെ മടങ്ങി വരണം, മാനസാന്തരപ്പെടണം. കാരണം നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ കുടികൊള്ളുന്നുണ്ട്. ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ഈ ഭൂമിയിലെ കുത്തൊഴുക്കിൽ നശിച്ചു പോകാനുള്ളവരല്ല. കാരണം ഞാൻ നിങ്ങളെ വില കൊടുത്ത് വാങ്ങിയതാണ്.